ബോൺനത്താലയിൽ താരമായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. ആഘോഷങ്ങളെല്ലാം ഹരമാണെന്നും പൂരവും പുലികളിയും പോലെ തന്നെ ബോൺനത്താലയും തൃശൂരിന് പ്രിയപ്പെട്ടതെന്നും ജില്ലാ കളക്ടർ. ബോൺനത്താലയിൽ പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്ന ശേഷമാണ് കളക്ടർ മടങ്ങിയത്. പൂരം നടത്തി, ക്രിസ്മസ് നടത്തി, അതേപോലെ തന്നെ പുലികളി നടത്തി, അങ്ങനെ പലവിധ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ജില്ലാ കളക്ടർ ഇപ്പോൾ ബോൺനത്താലയുടെ ഭാഗമാവുകയാണ്. ഈ ബോൺനത്താലയ്ക്കൊപ്പം ചുവടുവെക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം പാപ്പാമാർക്കൊപ്പം ചുവടുവെക്കുകയാണ് ജില്ലാ കളക്ടർ. അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള വള്ളം തൊഴിഞ്ഞു പോലും ജില്ലാ കളക്ടർ ഈ തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ട് മാനസികമായിട്ടായിരിക്കുകയാണ്. എത്രത്തോളം ആഘോഷമുണ്ട്, എത്രത്തോളം ആവേശത്തിലാണ് ഈ ഒരു ബോൺനത്താലയുടെ ഭാഗമാകുമ്പോൾ? ബോൺനത്താല നമ്മുടെ തൃശ്ശൂരിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ്. നമ്മുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒരു വ്യത്യാസമില്ലാതെ നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലൊരു ആഘോഷമാണ്. ഇത് പൂരം, പുലിക്കളി, അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് ബോൺനത്താല. ഇതെൻ്റെ രണ്ടാമത്താണ്. പ്രത്യേകിച്ച് ഇതിൽ കൂടുതൽ കുട്ടികളുണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഒരു സ്നേഹത്തിന് സന്തോഷത്തിൻ്റെ ഒരു സന്ദേശം നൽകുന്ന ഒരു ആഘോഷമാണ് ബോൺനത്താല. ഈ സമാധാനത്തിൻ്റെ ഒരു ആഘോഷമാണ്. കുട്ടികളെല്ലാം വളരെ ആവേശത്തോടു കൂടി ഇതിൻ്റെ ഭാഗമാകുന്നു. അവരുടെ കളക്ടർ ബ്രോയായിട്ട് വലിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ് അല്ലേ? ഓക്കെ, ശരി, മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഈ തൃശ്ശൂരിൻ്റെയും കുട്ടികളുടെയും അടക്കം ഒരു കളക്ടർ ബ്രോയായി മാറിയതിൽ എത്രത്തോളം സന്തോഷമുണ്ട്? അല്ല, പിള്ളേരെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മൾ അവധിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അല്ലാതെയും കൂടുതലൊക്കെ ഇൻട്രാക്ഷൻ നമ്മൾ കുട്ടികളായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ബോൺനത്താല അതിൻ്റെ അവസാന ഭാഗങ്ങൾ ഇങ്ങനെ നടന്നു വരികയാണ്. എന്തായാലും ഈ കളക്ടർ ബോൺനത്താലയുടെ ഭാഗമാകുന്നവരെ കാണാൻ വേണ്ടി, അതിനൊപ്പം ചുവടുവെക്കുന്ന വിദ്യാർത്ഥികളെ കാണാൻ വേണ്ടി അവർക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അവരുടെ ഒരു കളക്ടർ ബ്രോ, അവരുടെ ഒരു സഹോദരനെ കാണുന്ന സന്തോഷത്തിലാണ് ഈ കളക്ടറുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ് മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. അവധിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് എന്നോട് അല്പം താല്പര്യം കൂടുതലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും വിദ്യാർത്ഥികളൊക്കെ അദ്ദേഹത്തെ നോക്കി നിന്ന് ഹാപ്പി ക്രിസ്മസ് ആശംസിക്കുകയാണ്. എന്തായാലും വലിയൊരു സന്തോഷത്തിലാണ് തൃശ്ശൂർ. ആ സന്തോഷത്തിൻ്റെ ഭാഗമാവുകയാണ് തൃശ്ശൂരിൻ്റെ സ്വന്തം കളക്ടറായിട്ടുള്ള അർജുൻ പാണ്ഡ്യൻ. ക്യാമറമാൻ VM മനുകൃഷിക്കൊപ്പം സാനു കെ സജീവ്, ജനം.